ഹായ് ഓൾ, വെൽക്കം ടു ജയിലേൺ. അത്ര നല്ല വാർത്തയല്ല നമ്മളുടെ മുൻപിൽ ഇന്ന് രാവിലെ വന്നിട്ടുള്ളത്. നമുക്കറിയാം UGC നെറ്റ് 2024 ജൂൺ സൈക്കിളിലെ എക്സാം UGC ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ട്വീറ്റ് നമ്മൾ ഇന്നലെ രാത്രിയാണ് കാണുന്നത്. ഇന്നലെ 10 മണിക്ക് നടന്ന ഒരു പ്രസ് റിലീസാണ് ആക്ച്വലി അത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഈസ് കമ്മിറ്റഡ് ടു എൻഷുർ ദ സാങ്ക്ടിറ്റി ഓഫ് എക്സാംസ് ആൻഡ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലാണ് അവരുടെ ട്വീറ്റ് തുടങ്ങുന്നത്. കാര്യം പറയുന്നത് അടുത്ത പാരഗ്രാഫിലാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മന്ത്രാലയം ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് UGC നെറ്റ് ജൂൺ 2024 എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യാൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് ഇൻപുട്സ് ഫ്രം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഈ UGC എക്സാം. നമുക്കറിയാം 9 ലക്ഷത്തിലധികം പേര്, 11 ലക്ഷത്തിലധികം പേര് രജിസ്റ്റർ ചെയ്യുകയും 9 ലക്ഷത്തിലധികം പേര് അറ്റൻഡ് ചെയ്യുകയും ചെയ്ത എക്സാമാണ്. മുൻ എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 20 എക്സാമോളം എങ്ങനെയായിരുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് OMR ഷീറ്റിലുള്ള എക്സാം വരുന്നത്. ഓൺലൈൻ അല്ലാത്ത, കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്ത പഴയ രീതിയിലുള്ള മാർക്ക് ചെയ്തിട്ടുള്ള എക്സാം വരുന്നത് കുറേ നാൾക്ക് ശേഷമാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ OMR രീതിയിലുള്ള എക്സാം നമുക്ക് വരുമ്പോൾ ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ ഉള്ള അനവധി ആയിരക്കണക്കിന് സെന്ററുകളിലേക്കും ഈ ചോദ്യപേപ്പർ എത്തുന്നുണ്ട്. അപ്പോൾ ചോദ്യപേപ്പർ ലീക്ക് ആവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിൽ നിന്ന് പെട്ടെന്ന് OMR ഷീറ്റിലേക്കൊക്കെ മാറിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് രീതി എന്ന് പറയുമ്പോൾ നേരത്തെ UGC എക്സാം മുൻപ് ഒരു 8-10 ദിവസമൊക്കെ എടുത്ത് നടത്തിയിരുന്ന എക്സാം UGC ഒറ്റ ദിവസം കൊണ്ട് നടത്താൻ നോക്കിയതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം 18-ാം തീയതി 2 ഷിഫ്റ്റ് ആയിട്ടാണ് ഈ എക്സാം നടത്തിയത് OMR രീതിയിൽ, ഷീറ്റിന്റെ രീതിയിൽ. അപ്പോൾ UGC പറയുന്നത്, അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പറയുന്നത് ഫ്രഷ് എക്സാമിനേഷൻ ഷാൽ ബി കണ്ടക്റ്റഡ്. അപ്പോൾ ഈ എക്സാമിന്റെ ഇന്റഗ്രിറ്റി അത് കോംപ്രമൈസ്ഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്രഷ് എക്സാമിനേഷൻ ഷാൽ ബി കണ്ടക്റ്റഡ്, പുതിയ എക്സാമിനേഷൻ നടക്കും. പക്ഷേ പുതിയ എക്സാമിനേഷൻ നടന്നാലും ഇപ്പോൾ NTA എന്നുള്ളത് സംശയത്തിന്റെ നിഴലിലാണ്. നമുക്കറിയാം നീറ്റ് എക്സാം, JEE എക്സാമിലൊക്കെ വലിയ ക്രമക്കേട് നടന്നതായിട്ട് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തന്നെ സ്വയം പറയുന്നു, കഴിഞ്ഞ എക്സാം 9 ലക്ഷത്തിലധികം പേര് എഴുതിയ ഒരു എക്സാം എന്താണ്, അതിന്റെ ഇന്റഗ്രിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ചോദ്യപേപ്പർ ലീക്കായി അഥവാ തെറ്റായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം PG എന്ന് പറയുന്ന ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാമാണ് UGC നെറ്റ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകേണ്ട വ്യക്തികളാണ് ഈ പറയുന്ന നെറ്റ് എഴുതുന്നവരെല്ലാവരും. അപ്പോൾ അവരെഴുതുന്ന എക്സാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സാമുകളിലൊന്ന്, 11 ലക്ഷം പേര് അറ്റംപ്റ്റ് ചെയ്യുന്ന എക്സാം എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ വലിയൊരു സംഖ്യയാണ്. ഇത്രയും വലിയ ഒരു എക്സാം ഇത്രയും കാലം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരു OMR രീതിയിലേക്ക് മാറുകയും അതിൽ ഹ്യൂമൻ എലമെന്റ് എത്രത്തോളം നമുക്ക് ഈ പരീക്ഷകളിൽ മിസ്റ്റേക്സ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയ രീതിയിലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയതിന് ശേഷമാണ് ഇത്രയും വലിയ ഒരു ഫീ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങാൻ തുടങ്ങിയത്. NTA ആയാലും UGC ആയാലും വാങ്ങാൻ തുടങ്ങിയത്. അത് തീർച്ചയായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ഇവർക്ക് കോൺട്രാക്ട് കൊടുക്കേണ്ടി വരും, അതിന്റെ പൈസ വരും. OMRലേക്ക് മാറിയപ്പോഴും ഫീസിന് വലിയ റിഡക്ഷൻ ഒന്നും വരുന്നില്ല. ഇത്രയും ഫീ വാങ്ങിച്ച് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് അവരുടെയൊക്കെ ഒരു ദിവസത്തെ ജോലിയോ കാര്യങ്ങളോ ഒക്കെ മുടക്കിയിട്ടായിരിക്കും അവർ ഈ എക്സാമിന് വരുന്നത്. ഈ 9 ലക്ഷം പേര് എഴുതിയവരിൽ ഓൺ ആൻ ആവറേജ് ഒരു വിദ്യാർത്ഥി മുടക്കിയിട്ടുണ്ടാവുക ഒരു 200-300 രൂപയാണ്, യാത്രാ ചിലവായിട്ടും ലോസ് ഓഫ് പേ ആയിട്ടും ഒക്കെ. അപ്പോൾ ആ കോസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു ഗവൺമെന്റിന്റെ, അതും ടാക്സ് പെയറിന്റെ മണിയാണ്. എത്ര രൂപ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനും സെന്റേഴ്സ് വാടകയ്ക്ക് എടുക്കാനും അവിടെ ഇൻവിജിലേറ്റേഴ്സിനെ വെക്കാനും ഒക്കെ ആയിട്ട് അവർ മുടക്കി. ഇത്രയും പൈസ ടാക്സ് പെയറിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക്, സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ NTA ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഈ കാര്യത്തിൽ കൊണ്ടുവരിക. എവിടെയാണ് ഈ ലീക്ക് നടന്നിട്ടുള്ളത്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തന്നെ പറയുന്നു മാറ്റർ ബീങ് ഹാൻഡഡ് ഓവർ ടു CBIക്ക് വിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. എവിടെയാണ് ഈ ക്രമക്കേട് നടന്നത്? ആരാണ് ഇതിന്റെ പുറകിലുള്ളത്? ഇത്രയും കോടി രൂപ ടാക്സ് പെയറിന്റെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഈ രൂപം കളഞ്ഞത് ആരാണ്? ആര് കാരണമാണ്? ആരുടെ മിസ്റ്റേക്ക് കാരണമാണെന്ന്
പൊതുജനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല വരുന്ന എക്സാമിലും ഇത് തന്നെ സംഭവിച്ചാൽ വീണ്ടും എക്സാം നടത്തുക മാത്രമാണോ പരിഹാരമായിട്ടുള്ളത്? എന്തൊക്കെ മെഷേഴ്സ് ആണ് NTA, UGC, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എടുക്കുന്നത് ഇതുപോലെയുള്ള ക്രമക്കേടുകൾ നടക്കാതിരിക്കാൻ? അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രമക്കേട് ഇനിയും നടക്കും, ചിലപ്പോൾ ചില ക്രമക്കേടുകൾ ഒളിച്ചു വെക്കും. അപ്പോഴും തെറ്റായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്കാണ് ഈ എലിജിബിലിറ്റി എത്തുന്നത്. അവരാണ് നാളത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരുപാട് നാളത്തെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഈ തിരക്കുകൾക്കിടയിൽ വന്ന് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കേണ്ടതാണ്. അപ്പോൾ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ UGC പരിഗണിക്കേണ്ടതാണ്. കാരണം പലരും 1000 രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഈ എക്സാമിന് വരുന്നത്. 1000 രൂപ എക്സാം എഴുതാൻ തന്നെ ആകും. അത് കഴിഞ്ഞ് 1000 രൂപയോളം മുടക്കി പല ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ അർഹതപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കണം. മാത്രമല്ല റോബസ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് വേണം. ഇങ്ങനെയൊരു ക്രമക്കേട് ഭാവിയിൽ നടക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ മെഷേഴ്സാണ് NTA എടുക്കുന്നത് എന്നുകൂടി വിദ്യാർത്ഥി സമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. ജയിലോൺ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് നമ്മളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. NTA കൂടുതൽ കൃത്യമായിട്ടുള്ള മെഷേഴ്സ് സ്ഥാപിക്കാൻ നമ്മൾ ആവശ്യപ്പെടുക. താങ്ക് യു.